ഹായ് ഹലോ മക്കേഴ്സ്, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന പാഠമാണ്. അപ്പോൾ ദശാംശ രൂപങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും ഉഷാറായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. ശരി, അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ ഇട്ടപ്പോൾ അതിനകത്ത് അഡീഷനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതായത് 2 ഡെസിമൽ സംഖ്യകളെ എങ്ങനെ നമുക്ക് കൂട്ടിയെടുക്കാം, അതേപോലെ തന്നെ വൺസ്, ടെൻസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെസിമൽ പ്ലേസസ് പറഞ്ഞിരുന്നു, ഫ്രാക്ഷനെ ഡെസിമലിലേക്ക് ആക്കുന്നതും ഡെസിമലിനെ ഫ്രാക്ഷനിലേക്ക് ആക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സബ്ട്രാക്ഷനെ പറ്റിയാണ്. 2 ഡെസിമൽ നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ കുറച്ചെടുക്കാം. അപ്പോൾ സബ്ട്രാക്ഷനിലേക്ക് നമുക്ക് കടന്നാലോ? വേഗം തന്നെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ ആണല്ലോ? അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. 82ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കിടക്കുന്നത്. ശ്രദ്ധിച്ചേടാ. ഫ്രം എ റോഡ് 14.7 meters long, a piece 7.75 meter long is cut off. What is the length of the remaining piece? എന്താണ് പറയുന്നത് ഇവിടെ? 14.7 മീറ്റർ നീളമുള്ള ഒരു കമ്പി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നേ. ഈ കമ്പിയിൽ നിന്നും 7.75 മീറ്റർ നീളമുള്ള ഒരു കുഞ്ഞു കഷ്ണം നമ്മൾ എന്ത് ചെയ്തിടാ? മുറിച്ചെടുത്തു. ഓക്കെ, അതായത് 14.7 മീറ്റർ ആയിരുന്നു മൊത്തം കമ്പിയുടെ നീളം. അതിൽ നിന്നും 7.75 മീറ്റർ നമ്മൾ മുറിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ലെങ്ത്, ബാക്കിയുള്ള നീളം എത്രയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കൂടാ? മൊത്തം നീളമായിട്ടുള്ള 14.7 നിന്നും 7.75 നമുക്ക് ഇതേപോലെ കുറച്ചെടുക്കാം. 14.7 മൈനസ് 7.75 ഇങ്ങനെ കുറച്ചെടുക്കാൻ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. പക്ഷെ എഴുതുമ്പോൾ ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതായത് 14.7, ഇനി അടുത്തത് 7.75. ഇത് ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്, തെറ്റിക്കരുത് കേട്ടോ. ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ പഠിച്ചിരുന്നല്ലോടാ, ഈ ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ശ്രദ്ധിച്ചേ, 14.7 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാം? 147/10 എന്നാണ് കൊടുക്കേണ്ടത്. കാരണം ഇവിടെ ഒരു സ്ഥാനം നീക്കിയല്ലേ പോയിന്റ് വന്നിരിക്കുന്നേ. അപ്പോൾ താഴത്ത് ഒരു 0 വരുന്ന നമ്മളുടെ 10 ആണ് വേണ്ടത്. ഇനി നമുക്ക് അതിനുശേഷം 7.75 എങ്ങനെ മാറ്റാടാ? 7.75 775 ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? 14.7 നിന്നും 7.75 മീറ്റർ നീളമുള്ളതാണ് നമുക്ക് മുറിച്ചു മാറ്റേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 147/10 മൈനസ് 775/100 കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും വെച്ചിട്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ നമ്മൾ പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാൻ നിൽക്കണം. അതെന്തിനാ അത്രയും കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ടാലേ, നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യൂടാ? ഇവിടത്തെ ഡിനോമിനേറ്റേഴ്സ് ഛേദം തുല്യമാക്കിയാൽ മതി അല്ലേ. ഇവിടെ 100 അല്ലേടാ വന്നിരിക്കുന്നത് ഛേദം, പക്ഷെ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇവമാരെ തുല്യമാക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100ഉം 10ഉം ഒരു ബന്ധമില്ലല്ലോ അവന്മാര്, ബന്ധം ഉണ്ടല്ലോ അവന്മാര് തമ്മില്. എന്താണ് അവര് തമ്മിലുള്ള ബന്ധം? 10ന്റെ 10ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ നമ്മള് താഴെ ഇവിടെ 100 ആക്കാൻ വേണ്ടിയിട്ട് 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. മുകളിലും സെയിം പ്രോസസ്സ് ചെയ്യണം കേട്ടോ. അപ്പുറം മാത്രം, താഴെ മാത്രം ചെയ്താൽ പോരാ, മുകളിലും ചെയ്യണം. അപ്പൊ എന്ത് വ്യത്യാസം വന്നു? മുകളില് 1470 ആയി, താഴത്ത് 100 വന്നു. മൈനസ് 775 ഡിവൈഡഡ് ബൈ 100 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? അപ്പോ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, നേരെ മൈനസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഡിനോമിനേറ്റർ ഒന്നുപോലെയാണോ? അല്ല, ഒരേപോലെയല്ല, വേറെ വേറെ ആയിരുന്നു. വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ ഒരേപോലെ ആക്കേണ്ടതായിട്ട് വന്നു. ശ്രദ്ധിച്ചേ, 1470 നിന്നും 775 നമ്മൾ ഇനി എന്ത് ചെയ്യണോടാ? കുറയ്ക്കണം. ശ്രദ്ധിച്ചേ, അപ്പോ 0 - 5 ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 7ൽ നിന്നും കടം എടുക്കുന്നത് അല്ലെ. 7ൽ നിന്ന് കടം എടുക്കുമ്പോൾ ഇവൻ 10 ആയി മാറും, ഇവൻ എന്താവൂടാ? 6 ആയി മാറും. വീണ്ടും 6ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വീണ്ടും നമ്മൾ 4ൽ നിന്ന് കടമെടുത്ത് ഇവനെ 16 ആക്കി, ഇവൻ 3 ആയി. ഓക്കെ ആണല്ലോ? ഇനി 16 - 7 അത് നമുക്ക് ചെയ്യാലോടാ. പിന്നെ 10 - 5 അതിന് ചെയ്യാലോ. പക്ഷെ 3 - 7 വീണ്ടും പ്രശ്നമായി. വീണ്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. 3നെ നമ്മൾ എന്താക്കണം? 1ൽ നിന്ന് കടമെടുത്ത് ഇവനെ നമ്മൾ എന്താക്കണം? 13 ആക്കണം. 3നെ നമ്മൾ വെട്ടി 13 ആക്കി. 1 0 വന്നു. അപ്പൊ എന്തൊക്കെ കുറയ്ക്കണം നമുക്ക്? 10ൽ നിന്ന് 5 കുറയ്ക്കാം. എത്ര കിട്ടൂടാ? 5 കിട്ടുന്നു.
16ൽ നിന്ന് 7 കുറയ്ക്കുന്നു. എത്രയാണ് കിട്ടുക? ഇവിടെ ഒരു 6 ഉണ്ട്, 7 കഴിഞ്ഞാൽ പിന്നെ 10ലേക്ക് 3 ഉണ്ട്. അപ്പൊ 6 3 9 ഉണ്ട്. പിന്നെ 7 13 എത്രയാണ് വരേണ്ടത്? 6 ആണ് വരേണ്ടത്. അപ്പൊ എത്രയാണ് നമ്മുടെ ആൻസർ വരുന്നത്? 695. എത്രയാണ്? 695 ആണ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 100, അതായത് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നു. അപ്പൊ എത്രയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരേണ്ടത്? യെസ്, 6.95 എന്നുള്ളതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. ശ്രദ്ധിച്ചേടാ, 6.95. അപ്പൊ ഇത് കുറച്ചാലും അത് തന്നെയാ കിട്ടാം കേട്ടോ. 14.7ൽ നിന്ന് 7.75 കുറച്ചാലും നമുക്ക് ഈ പറയുന്ന 6.95 തന്നെ കിട്ടും. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. 3 മിനിറ്റ് വേണ്ട, സ്പീഡായിട്ട് കുറയ്ക്കാൻ അറിയാമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പുറത്തെ ആവുമ്പോൾ എന്താ, സ്റ്റെപ്പുകൾ കൂടുതലുണ്ട്. പക്ഷെ ഈ ഒരു മെത്തേഡും കൂടി അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ കമ്പിയിൽ നിന്നും അത് മുറിച്ചെടുക്കാനുള്ള പരിപാടി മനസ്സിലായി. അപ്പോ സബ്ട്രാക്ഷൻ വന്നാൽ ഡിനോമിനേറ്റേഴ്സ് തുല്യമല്ലെങ്കിൽ ഇതേപോലെ തുല്യമാക്കി ചെയ്യണം എന്ന് മനസ്സിലാക്കാം കേട്ടോ. ശരി, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. നമ്മളുടെ കുക്കിംഗ് ഓയിലിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കുക്കിംഗ് ഓയിലിന്റെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? there was 2.50 liters of oil in a bottle and 0.47 liters of this was used for cooking. എന്താണ്? ഒരു കുപ്പിയില് മൊത്തത്തിൽ 2.50 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് 0.475 ലിറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? പാചകത്തിനായി ഉപയോഗിച്ചു. ഓക്കെ, 0.475 ലിറ്റേഴ്സ് നമ്മൾ പാചകത്തിനായി ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി കുപ്പിയിൽ എത്ര വെളിച്ചെണ്ണ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണോടാ? 2.50ൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? 0.475 നമ്മള് മൈനസ് ചെയ്യണം അല്ലേടാ. 475 നമ്മൾ മൈനസ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം? നോർമലി ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. 5 മൈനസ് പോയിന്റ് ഒരേ നിരയിൽ വരണോട്ടെ. അതേ മുകളിൽ ഇവിടെ പോയിന്റ് വന്നെങ്കിൽ തൊട്ടടിയിലായിരിക്കണം 0.475ന്റെ പോയിന്റ് വരേണ്ടത്. ശ്രദ്ധിച്ചേടാ. ഓക്കെ ആണല്ലോ. മൈനസ് കുറച്ച് നമുക്ക് അങ്ങോട്ട് നീക്കിയിടാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, മുകളിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുള്ളൂ അല്ലെ, താഴത്താണെങ്കിൽ 3 സംഖ്യയുമുണ്ട്. അപ്പൊ ഈ 5ന് മുകളിൽ കൂട്ടായിട്ട് ആരുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോടാ? ഒരു 0 കൂടി ഇട്ടുകൊടുത്ത് ഭംഗിയാക്കണം. ഓക്കെ, അപ്പൊ 0ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല, 0ൽ നിന്ന് 7 കുറയ്ക്കാൻ പറ്റില്ല. ഉടനെ നമ്മൾ കടമെടുപ്പ് തുടങ്ങും കേട്ടോ. അപ്പൊ 5ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ 10 ആകുന്നു. വീണ്ടും 10ൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ അറ്റത്തെ എന്തായാലും 10 ആയിരിക്കും. ഇവൻ ഇപ്പുറത്തേക്ക് കൊടുത്തോണ്ട് ഇവൻ 9 ആയിരിക്കും ലാസ്റ്റ് വരാം. ഇവൻ എന്താടാ? 4 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ 10ൽ നിന്ന് 5 കുറയ്ക്കുന്നു, നമുക്ക് എന്ത് കിട്ടൂടാ? 5 കിട്ടും. 9ൽ നിന്ന് 7 കുറയ്ക്കുന്നു, നമുക്ക് എന്ത് കിട്ടൂടാ? 2 കിട്ടും. 4ൽ നിന്ന് 4 കുറയ്ക്കുന്നു, വീണ്ടും ഈ 4നെ ഇപ്പുറത്തേക്ക് മാറ്റി 14 ഒക്കെ ആക്കണോ? അങ്ങനെ ചെയ്യണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? 4 മൈനസ് 4 0 വരേണ്ടത്. പിന്നെ എന്ത് തന്നെ വരൂടാ? 2.025 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പോ 2 ക്വസ്റ്റ്യൻസും വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ തന്നെ ഇതിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ എന്താണ് പിക്ക് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചേടാ, വാട്ട് നമ്പർ വി മസ്റ്റ് ആഡ് ടു 14.32 ടു ഗെറ്റ് 16.43. ഇത് ഭയങ്കര എളുപ്പം. നോക്കിയടാ, 14.32 എത്ര കൂട്ടിയാൽ, അതായത് കൂട്ടേണ്ട സംഖ്യ നമുക്ക് അറിയാൻ പാടില്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? സംഖ്യ അല്ലെങ്കിൽ നമ്പർ എന്ന് തന്നെ അതിന് പേര് കൊടുക്കാം. 14.32 ഏത് സംഖ്യ കൂട്ടിയാൽ ഉത്തരം 16.43 കിട്ടും എന്നാണ് ചോദ്യം. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് ഈ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? 16.43 നിന്നും 14.32 കുറച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും അല്ലേ? therefore നമ്പർ, ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് 16.43 മൈനസ് 14.32. ഓക്കെ ആണോ? 16.43 നിന്നും 14.32 കുറച്ചാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചേ. നമുക്കിവിടെ ഇവിടെയാണ് എല്ലാ നമ്പേഴ്സും വലുത് അല്ലെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. ശ്രദ്ധിച്ചേടാ, 3ൽ നിന്നും ഇങ്ങേറ്റത്തെ 2 കുറയ്ക്കുന്നു, എഴുതാതെ തന്നെ ചെയ്യാം. 3ൽ നിന്ന് ഇപ്പുറത്തെ 2 കുറയ്ക്കുന്നു, 1 കിട്ടൂലേടാ. 4ൽ നിന്ന് ഇപ്പുറത്തെ 3 കുറയ്ക്കുന്നു, വീണ്ടും 1 കിട്ടൂലേടാ. പിന്നെ മൂന്നാമതായിട്ട് ഇവിടെ 2 സ്ഥലത്തും കിടക്കുന്നത് പോയിന്റ് ആണ്, അപ്പൊ പോയിന്റ് കൊടുക്കാം. ഇനി
16-ൽ നിന്നും 14 കുറയ്ക്കുന്നു, എത്ര കിട്ടൂടാ? 2 കിട്ടൂലേ? അപ്പൊ 2.11 ആണ് ആ ഒരു നമ്പർ. പിടി കിട്ടുന്നുണ്ടോ? ഏതാണ് ആ നമ്പർ? 2.11 എന്നാണ് ഈ ഒരു നമ്പറിനെ പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ടെക്സ്റ്റിൽ മാത്രം ചെയ്തിട്ട് എക്സാമിന് പോയാൽ പറ്റുമോ? പറ്റില്ല. കാരണം ടെക്സ്റ്റിൽ നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പോരാത്തതിന് നമ്മുടെ സിലബസ് ഇക്കൊല്ലം മാറിയത് കൊണ്ട് നമുക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് മോർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ? യെസ്. അപ്പൊ നമുക്ക് പറ്റാവുന്നത്രയും മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് പോവാണ്ടോ? ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ മോർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്താലോ? നമ്മുടെ ഡെസിമൽ മെത്തേഡ്സിലെ മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പോവാണേ. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? അപ്പോ മോർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഹെഡിങ് ഒക്കെ കൊടുത്തിട്ട് വേണം എല്ലാവരും ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, നമുക്കപ്പോ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കിക്കേടാ. ഇവിടെ 2 എന്താണ് പാത്രങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലെ? 2 പാത്രങ്ങളുടെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന് 2നും പേര് കൊടുത്തിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന പോട്ടാണ്, ഇത് ബി എന്ന് പറയുന്ന പോട്ടാണ്. ഓക്കെ, എ എന്ന് പറയുന്ന പോട്ടും ബി എന്ന് പറയുന്ന പോട്ടും. ശ്രദ്ധിച്ചേ, പോട്ട് എ കണ്ടെയ്ൻസ് 12.850 കിലോഗ്രാം ഓഫ് റൈസ്. അപ്പൊ ഇതിനകത്ത് 2 പാത്രത്തിലും എന്താണ് അരി എടുത്തിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ എ എന്ന് പറയുന്ന കലത്തില് 12.850 കിലോഗ്രാം അരിയുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇനി ബിയിലാണെങ്കിലോടാ, ആൻഡ് പോട്ട് ബി കണ്ടെയ്ൻസ് 7.150 കിലോഗ്രാം. എന്താണ്? 7.150 കിലോഗ്രാം അരിയുമുണ്ട്. ഓക്കെ ആണല്ലോ? ശരി, ഫൈൻഡ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് റൈസ് ഇൻ കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ഈ 2 പാത്രത്തിലെയും കൂടി 2 കലത്തിലെയും എയിലെയും ബിയിലെയും അരി നമ്മൾ ഒന്നിച്ചെടുത്താൽ എത്രയായിരിക്കും അതിന്റെ മെഷർമെന്റ് എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ. ഇവിടുത്തെ നമ്പേഴ്സ് തമ്മിലൊരു പ്രത്യേകതയും ഉണ്ട്. ഞാനത് കൂട്ടി കഴിഞ്ഞിട്ട് പറയാം. 12.850 പ്ലസ് 7.150. നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ അടുത്തടുത്ത് എഴുതിട്ടോ. ശ്രദ്ധിച്ചേടാ, 850 അല്ലെങ്കിൽ 850യും 150യും എത്രയാണ് അതിന്റെ ടോട്ടൽ വരിക? 1000 അല്ലേ വരുന്നത്? അതായത് 0 0 8 1 9 10 വീണ്ടും 0 1 ദേ മുകളിലേക്ക് കൊടുക്കുന്നു. 7ഉം 2ഉം 9ഉം 1ഉം 10 അല്ലേ കിട്ടുന്നേ? അപ്പൊ പോയിന്റ് ദേ കൊടുത്തു, 10ന്റെ 1 കൊടുത്തു, 1 ദേ മുകളിലേക്ക് കൊടുത്തു. എത്ര കിലോ കിട്ടൂടാ? 20.000 എന്ന് വെച്ചാൽ എന്താണ്? 20 കിലോഗ്രാം റൈസ് ആണ് ഈ 2 കലത്തിലും കൂടി നമുക്ക് ഉള്ളത്. എത്രയാണ്? 2 പാത്രത്തിലും കൂടി നമുക്ക് എത്രയാണ്? 20 കിലോഗ്രാം അരി. 20 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞ് കുറെ 0 കിടക്കുന്നത് കേട്ടോ. അപ്പൊ 0 എഴുതണം എന്നില്ല, 20 കിലോഗ്രാം അരി എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? ഇനി അതിനുശേഷം ചെറിയൊരു പരിപാടി ഇവർ നടത്തുന്നുണ്ട്. ശ്രദ്ധിച്ചേടാ, ഫ്രം പോട്ട് എ, പോട്ട് എയിൽ നിന്നും 3.850 കിലോഗ്രാം ഓഫ് റൈസ് ഈസ് poured into pot B. എന്താണ് പറയുന്നത്? പാത്രം എയിൽ നിന്നും 3.85 കിലോഗ്രാം അരി നമ്മൾ പാത്രം ബിയിലേക്ക് മാറ്റി. നമ്മൾ എന്ത് ചെയ്തു? ഈ പാത്രത്തിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി. എന്തോരാണ് മാറ്റിയിരിക്കുന്നത്? 3.850. ശ്രദ്ധിക്കാം, നമുക്കപ്പോ ഒന്ന് ചെയ്യാം. എന്താണ് പറഞ്ഞത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് 3.850 അരി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഉണ്ടാകുന്ന വ്യത്യാസം എന്താടാ? അതായത് എയിൽ നിന്നും ഇത്രയും എമൗണ്ട് അരി അല്ലെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് അരി കുറഞ്ഞു അല്ലേടാ? അതായത് 12.850 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 3.850 കുറഞ്ഞില്ലേ? അപ്പോ നമ്മൾ അത് കണ്ടുപിടിക്കണം. ഇനി ബിയിൽ ഉണ്ടായ വ്യത്യാസം എന്താണ്? ഇവിടെ 7.150 കിലോഗ്രാം ഓൾറെഡി അരി ഉണ്ടായിരുന്നു, അതിലേക്ക് എത്രയും കൂടി വന്നു? 3.850 കൂടി വന്നു. അപ്പൊ ബിന്റെ കണ്ടുപിടിക്കാനായിട്ട് പ്ലസും അതേപോലെ തന്നെ എന്റെ കണ്ടുപിടിക്കാനായിട്ട് മൈനസും ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നോക്കിയാലോ എന്നാ? യെസ്. അപ്പോ അടുത്ത സബ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുവാണ്. ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ആർ there in total? മൊത്തത്തിൽ ഇപ്പോ എത്ര അരിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റൈസ് ആർ there in total? എന്താണ് ഇപ്പൊ മൊത്തത്തിൽ എത്ര അരി ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മാറ്റി കഴിയുമ്പോൾ മൊത്തം എത്ര ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിച്ചേ, മാറ്റിയാലും അല്ലെങ്കിൽ മാറ്റുന്നതിന് മുന്നേയും അതിന് പിന്നെയും എത്ര തന്നെയാണ് വരിക? 20 കിലോഗ്രാം തന്നെയാണ് വരിക അല്ലെ? ഇത് അങ്ങോട്ടേക്ക് ഇത്തിരി മാറ്റി എന്ന് പറഞ്ഞ് അളവിൽ വ്യത്യാസം വരും? ഒരിക്കലും ഇല്ല. എത്ര തന്നെ വരും? നമ്മളുടെ 20 കിലോഗ്രാം തന്നെയാണ് രണ്ടും കൂടി ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ വരുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ കണ്ടുപിടിക്കണം എന്നില്ല. ഇനി what is the weight of rice in pot A? പാത്രം എയിൽ എത്ര കിലോഗ്രാം അരിയുണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോ പോട്ട് എയില് എത്ര കിലോ അരിയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യൂടാ? പോട്ട് എയില് ആകെ മൊത്തത്തിൽ ഉണ്ടായിരുന്നത് എത്രയാണ്? പോട്ട് എയിൽ ആകെ മൊത്തത്തിൽ ഉണ്ടായിരുന്നത്
12.850. അതിൽ നിന്ന് എത്ര പോയി? 3.850 പോയി. അപ്പൊ ഇപ്പൊ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 12.850 മൈനസ് പോയ എമൗണ്ട് എടുത്ത് എഴുതണം. എത്രയാണ് പോയത്? 3.850. ഇവിടെ നോക്കിക്കേ, 850. അപ്പൊ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. 0 0 0. പിന്നെ 12 3 കുറച്ചാൽ മതി അല്ലെ? എളുപ്പമാണിത് ചെയ്യാനായിട്ട്. എളുപ്പമുള്ള ഫിഗേഴ്സ് ആക്ച്വലി തന്നിരിക്കുന്നതാണ് ഇതിനകത്ത്. 12 - 3 എത്രയാടാ? 9. അപ്പൊ എയിൽ ഇപ്പൊ എത്ര കിലോ ഉണ്ട്? 9 കിലോ അരിയാണ് നമ്മളുടെ എയിലുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ബിയിലാണെങ്കിലോ, ബിയിൽ ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞത് എത്രയായിരുന്നു? 7.150 ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ നമുക്ക് 3.850 കൂടി വന്നൂല്ലോ. അപ്പൊ നമുക്ക് അവരെ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. അപ്പൊ 7.150 പ്ലസ് എത്ര കൂടി വന്നു? 3.850 ഇപ്പോൾ വന്നു. ശ്രദ്ധിച്ചേ, 180ഉം 880 അല്ലെങ്കിൽ 150യും 850യും എത്ര വരൂടാ? 1000 ആണെന്ന് നമുക്ക് അറിയാം അല്ലെ. 0 0 0 ഇട്ട് കൊടുത്തുമ്പോ വീണ്ടും 0 വരും. 1 ഇപ്പുറത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുക. അപ്പൊ 7 + 1 കിട്ടുന്നു. അതിനുശേഷം 3 എത്രയാടാ? 11 വരും അല്ലെ. 11 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അതായത് 11 kg ആണ് ഇപ്പോ മൊത്തത്തിൽ ബിയിലുള്ളത്. ശ്രദ്ധിച്ചേ, നോക്കിക്കേ, ഇപ്പൊ ടോട്ടൽ കിട്ടുമോ നോക്കി. ബിയില് 11 കിലോ, എയിൽ 9 കിലോ, രണ്ടും കൂടി കൂട്ടുമ്പോ 20 കിലോ മൊത്തത്തിൽ കിട്ടി. കണക്ക് ശരിയായി. ഓക്കെ, അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ. 20 കിലോ ആണ് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു. ഇവിടെ 9 കിട്ടിയിട്ട് ഇവിടെ 10 കിട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 19 ആവുള്ളൂ. 1 കിലോന്റെ വ്യത്യാസം വരും. നമ്മുടെ കണക്ക് തെറ്റിപ്പോവും അല്ലെ. അങ്ങനെയല്ല, ഇവിടെ 9ഉം ഇവിടെ 11ഉം തന്നെയാണ് കൃത്യം കിട്ടേണ്ടത്. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ നോക്കിയും സൂക്ഷിച്ചും കണ്ടും ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? 7150 എടുക്കാം. ഇവിടെ 3 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഏത് സംഖ്യ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ വരണോടാ? 1000 വരണം. കാരണം 3 0 ഉള്ളത് 1000ത്തിലാണ് ആണല്ലോടാ. പ്ലസ് സെയിം തന്നെ അപ്പുറത്തും 3 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ 3850 ഡിവൈഡഡ് ബൈ 1000. പിടികിട്ടിയോ? രണ്ടും കൂടി കൂട്ടാ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 11000 എന്ന് കിട്ടും. വീണ്ടും ഡിവൈഡഡ് ബൈ 1000 കൊടുക്കാം. 3 സ്ഥാനം നീക്കി 1 2 3 3 സ്ഥാനം നീക്കി നമ്മൾ 11 കഴിഞ്ഞ് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 11 കിലോഗ്രാം എന്ന് നമുക്ക് 2 മെത്തേഡിലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഏത് മെത്തേഡ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുവാണ്. യെസ്, നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ സ്കൂളിൽ നടത്തിയ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേടാം. എന്താണെന്ന് നോക്കാം. ഹരിതം കാർഷിക ക്ലബ് ഇൻ രാമപുരം UP സ്കൂൾ cultivates ladies finger. The following table shows the details of harvest in the last week. എന്താടാ? നമ്മളുടെ സ്കൂളിൽ എന്താണ് ഫാർമേഴ്സ് ക്ലബ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളെ, കാർഷിക ക്ലബ് എന്നൊക്കെ പറഞ്ഞ് പരിപാടികളൊക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പോ രാമപുരം സ്കൂളിലെ ലേഡീസ് ഫിംഗർ നമ്മുടെ വെണ്ടയ്ക്ക കൃഷി ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചകളിൽ 5 ദിവസങ്ങളിലായിട്ടാണ് വിളവെടുപ്പ് നടന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ വിളവെടുപ്പിന്റെ വിശദാംശങ്ങളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 5 ദിവസങ്ങളാണ് നമ്മൾ സ്കൂളിലെ പ്രവൃത്തി ദിനങ്ങൾ അല്ലെ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, എന്തോരം കിലോ വെണ്ടയ്ക്ക കിട്ടി എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേയും. തിങ്കളാഴ്ച 11.8 ഉണ്ട്, ചൊവ്വാഴ്ച 12.5, ബുധനാഴ്ച 8.07, വ്യാഴാഴ്ചയാണെങ്കിലോ 12.46 കിലോ, പിന്നെ വെള്ളിയാഴ്ചയാണെങ്കിലോ 8.65 കിലോ. അപ്പോ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് സബ് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എപ്പോഴും അങ്ങനെയായിരിക്കും എക്സാമിന് ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ ഓണം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കുറച്ചധികം സബ് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ടാവും. ഇതേ നോക്കിക്കോളൂ. ഓൺ വിച്ച് ഡേ ദ ഹാർവെസ്റ്റ് ഈസ് മാക്സിമം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് പറയുന്നത്? ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ദിവസം ഏതാണ്, അല്ലെങ്കിൽ ലഭിച്ച ദിവസം ഏതാണ്? ശ്രദ്ധിച്ചേടാം. ഏത് ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എമൗണ്ട് കിട്ടിയിരിക്കുന്നത്? ശ്രദ്ധിച്ചേ. 11 12 8 12 8. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 2 12കളുണ്ട്. അവന്മാരാണ് വലുത് അല്ലെ. അപ്പൊ നമുക്ക് അവന്മാരെ ഒന്ന് സർക്കിൾ ചെയ്ത് വയ്ക്കും. 12.5ഉം 12.46 ഏതാണ് വലുത് വരേണ്ടത്? 12.5ഉം 12.46 നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. 12.5ഉം 12.46 ഏതാണ് വലുത് വരണ്ടേടാ? യെസ്, 4 6 4 ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ആണ് വന്നിരിക്കുന്നത്. അതായത് 12.5 എന്ന് പറഞ്ഞാൽ 12.5 എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് അല്ലെ. പക്ഷെ ഇവിടെ അതിലും കുറവാണ്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ കൂടുതൽ വന്നിരിക്കുന്നത്
ചൊവ്വാഴ്ചയാണ് കേട്ടോ. യെസ്, ട്യൂസ്ഡേ ആണ് നമുക്ക് കൂടുതൽ എന്ത് ലേഡീസ് ഫിംഗർ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളവെടുത്ത് കിട്ടിയത്. അപ്പോ എത്രയാണ്? ട്യൂസ്ഡേ, ചൊവ്വാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എഴുതി, നമ്മൾ അപ്പുറത്തേക്കും ഓപ്ഷൻ എഴുതി കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓൺ വിച്ച് ഡേ ദ ഹാർവെസ്റ്റ് ഈസ് മിനിമം? ഏറ്റവും കുറവ് വിളവെടുപ്പ് ദിവസം അല്ലെങ്കിൽ വിളവെടുപ്പ് ഏറ്റവും കുറഞ്ഞ ദിവസം ഏതായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. നമ്മളുടെ ദിവസം വരുന്നത് നമുക്ക് നോക്കിക്കേ, പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. 8.07ഉം 8.65 ഏതായിരിക്കും ഇവിടെ? 8.07 ആണ് കുറവ് വരാം. ഓക്കെ, അത് ഏത് ദിവസമാണ്? വെനസ്ഡേ ആണ് കുറവ് വന്നിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് എഴുതാലോ, വെനസ്ഡേ ആണ് നമ്മളുടെ ഏറ്റവും കുറവ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഹാർവെസ്റ്റ് ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് കിടക്കുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹൗ മച്ച് മോർ ലേഡീസ് ഫിംഗേഴ്സ് ആർ കളക്റ്റഡ് ഓൺ മൺഡേ ദാൻ ഫ്രൈഡേ? വെള്ളിയാഴ്ചയേക്കാൾ എത്ര കൂടുതൽ വെണ്ടയ്ക്ക അല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ തിങ്കളാഴ്ച ശേഖരിച്ചു? അതായത് മൺഡേയിൽ നമുക്ക് കിട്ടിയ ഹാർവെസ്റ്റും അതേപോലെ തന്നെ ഫ്രൈഡേയിൽ കിട്ടിയ ഹാർവെസ്റ്റും തിങ്കളാഴ്ചയിലെയും വെള്ളിയാഴ്ചയിലെയും വിളവെടുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടാൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതായത് വെള്ളിയാഴ്ചയേക്കാൾ എത്ര കൂടുതൽ തിങ്കളാഴ്ച കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മൺഡേയിലെയും ഫ്രൈഡേയിലെയും തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യണം. ഓക്കെ, മൺഡേയിലെ 11.82 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. മൺഡേയിലെ 11.82 നമ്മൾ എഴുതി. ഫ്രൈഡേയിലെ നോക്കിയടാ 8.65 നോക്കാലോ. 8.65 ഓക്കെ, 8.65 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് നോക്കാം. 11.82 മൈനസ് 8.65 എന്ത് ചെയ്യാം? 2ൽ നിന്ന് എന്തായാലും 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? 8ൽ നിന്ന് നേരെ നമ്മൾ കടമെടുത്തു, 12 ആക്കി. അപ്പൊ 8 എന്തായി? 7 ആയി. 12 മൈനസ് 5 എത്ര കിട്ടൂടാ? 7 ആണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം 7 മൈനസ് 6 1 കിട്ടുന്നു. പോയിന്റ് അങ്ങനെ തന്നെ കൊടുക്കുന്നു. 11ൽ നിന്ന് 8 കുറയ്ക്കാം. എത്ര കിട്ടൂടാ? 9, 10, 11 3ആണല്ലോ. സോ 3.17 കിലോഗ്രാം എന്നാണ് നമുക്ക് എന്തിൽ കിട്ടുന്നത്? നമ്മളുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 3.17. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഡിനോമിനേറ്ററിൽ 100 ഇട്ട് ചെയ്യാം. കാരണം ഇവിടെ 2 സ്ഥാനം നീക്കിയല്ലേ പോയിന്റ് വന്നിരിക്കുന്നേ. അപ്പൊ നമുക്ക് 100 അല്ലേ മക്കളെ വരാം? മനസ്സിലാവുന്നുണ്ടോ? 100 ആണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരാം. അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. ആൻസർ എന്ത് ചെയ്താലും 3.17 തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടെക്സ്റ്റിൽ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ലേഡീസ് ഫിംഗർ ഗോട്ട് ഇൻ ലാസ്റ്റ് വീക്ക്? ഇപ്പോ കിട്ടിയ 5 ദിവസങ്ങളിലെയും ശരാശരി വെണ്ടയ്ക്കയുടെ ശരാശരി ഭാരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടില്ല. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എഴുതിക്കോളൂ എല്ലാവരും. എങ്ങനെയാണെന്ന് അറിയോടാ? ആവറേജ് ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന എമൗണ്ടുകളുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്താണ് 5 ദിവസങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 5 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ടോട്ടൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ടോട്ടൽ എടുക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഈ തന്നിരിക്കുന്ന 5 സംഖ്യകളും കൂടി ടോട്ടൽ എടുക്കാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. ഓക്കെ, അപ്പൊ 11.82, 12.5, 8.07, 12.46, 8.65 ഈ 5 സംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എടുക്കണം. ടോട്ടൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 53.5 ആണ്. നമുക്ക് ഈ 5 നമ്പേഴ്സും കൂടി കൂട്ടാം. നമ്മൾ നോർമലി കൂട്ടൂലോ, അതേപോലെ തന്നെ കൂട്ടാം. പിന്നെ എന്തും കൂടി കൊടുക്കണം? പോയിന്റ് കൂടി കൊടുക്കണം കേട്ടോ. ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. 53.5 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കൊടുക്കാം. 5 വരാൻ കാരണം എന്താണ്? 5 ദിവസത്തെ കൾട്ടിവേഷൻ അല്ലെങ്കിൽ 5 ദിവസത്തെ വിളവെടുപ്പ് ഉണ്ടല്ലേ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. സോ താഴത്തെ എന്ത് വരണോടാ? 5 വരണം. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഈ 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളൊന്ന് കുഴഞ്ഞേക്കും. പക്ഷെ ഇനി നമ്മൾ കുഴയാൻ പാടില്ല. ഓക്കെ ആണല്ലോ. അപ്പോ ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടുന്നത് 10.7 കിലോഗ്രാം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. എന്താണ്? ശരാശരി വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശരാശരി ഭാരം എന്ന് പറഞ്ഞാൽ 10.7 കിലോഗ്രാം ആണ്. ഓക്കെ അല്ലേ? പിടികിട്ടുന്നുണ്ടല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ പ്ലാൻ ഓഫ് മിത്രാസ് സ്കൂൾ പ്രിമൈസസ് ഈസ് ഗിവൺ ബിലോ. മിത്രയുടെ വിദ്യാലയത്തിന്റെ രൂപരേഖയാണ് ഈ തന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവരുടെ സ്കൂളിൽ ഒരു പച്ചക്കറി തോട്ടമുണ്ട്, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, ഡൈനിങ് ഹാൾ ഉണ്ട്, ഒരു കിണർ, വെല്ലുണ്ട്, കിച്ചൺ, പാചകപ്പുര, അതെല്ലാ സ്കൂളിലും ഉണ്ട് അല്ലെ. പിന്നെന്താണ്? ലാബ്, ലൈബ്രറി, ഓഫീസ്. പിന്നെന്താ? സ്കൂളുകൾ അല്ല ക്ലാസ്സുകളാണ് 5, 6, 7 ക്ലാസ്സുകൾ. ഓക്കെ ആണല്ലോ. ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ ക്ലാസ് വരെ 6ാം ക്ലാസ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു
ഈ ഒരു മാപ്പ് അല്ലെ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ചെയ്യാനായിട്ടുണ്ട്. നോക്കിയാലോ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, ശ്രദ്ധിച്ചേടാ. മിത്ര ആൻഡ് ഹെർ ഫ്രണ്ട്സ് യൂസ് വാട്ടർ ഫ്രം ദി സ്കൂൾ വെൽ ഫോർ വാട്ടറിംഗ് ദ വെജിറ്റബിൾ ഗാർഡൻ. നമ്മുടെ പൂന്തോട്ടത്തില് നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് മിത്രയും കൂട്ടുകാരും കൂടി കിണറ്റിൽ നിന്ന് വെള്ളം എടുത്താണ് എന്ത് ചെയ്യുന്നത്, നനയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ what is the minimum walkable distance from the well to the vegetable garden? കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ കിണറിന്റെ അടുത്ത് നിന്ന് പച്ചക്കറി തോട്ടത്തിലേക്ക് നടക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് അത് നോക്കിക്കേ, ആ ഒരു ചാർട്ട് നോക്കിക്കേടാ. കിണർ എവിടെയാണ്? അവിടെ നിന്ന് പിന്നെ എന്താണ് 3.68 മീറ്റർ താണ്ടിയാലേ ഡൈനിങ് ഹോൾ അവിടെ എത്തുള്ളൂ അല്ലെ. പിന്നെ ഡൈനിങ് ഹോൾ കഴിഞ്ഞ് വീണ്ടും ഡൈനിങ് ഹോളിന്റെ ഒരു നീളം 16.5 മീറ്റർ ഉണ്ട്. അതും കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും വെജിറ്റബിൾ ഗാർഡനിലേക്ക് 2.75 മീറ്റർ ഉണ്ട്. അതായത് നമ്മുടെ 2.75 മീറ്റർ, 16.5 മീറ്റർ, 3.68 മീറ്റർ, ഇത്രയും ദൂരം നടന്നാലേ നമുക്ക് പച്ചക്കറി തോട്ടത്തിൽ എത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് ഇവന്മാര് 3 പേരെയും കൂടി നമുക്ക് കൂട്ടണം. കൂട്ടിയാലും നമുക്ക് എന്നാ യെസ് 2.75 പ്ലസ് അതേപോലെ തന്നെ 3.68 പിന്നീട് 16.5 അങ്ങനെ 3 പേരെയാണ് നമുക്ക് ഇവിടെ കൂട്ടിയെടുക്കേണ്ടത്. ശ്രദ്ധിച്ചേടാം, ഏതൊക്കെയാണ് നമ്മളുടെ ഈ 3 മെഷർമെന്റ്സ് ആണ് നമുക്ക് കൂട്ടിയെടുക്കേണ്ടത്. 2.75 എടുത്തു, 16.5 എടുത്തു, 3.68 എടുത്തു. അപ്പൊ പോയിന്റ് ഇടുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ടെണ്ണത്തിലും ആദ്യത്തെ 2 2.3 പോയിന്റ് ആയിരുന്നു. പക്ഷെ മൂന്നാമത്തേലേക്ക് വന്ന് നോക്കി 16 പോയിന്റ് ആണ്. അപ്പൊ തെറ്റിക്കരുത്, ഒരേപോലെ ഇങ്ങനെ വരണം. ഓക്കെ, ഇനി 8ന്റെ താഴെ ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കുന്നു. 0 നമ്മളിതേ ഇട്ട് മിടുക്കനാക്കിട്ടോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കൂട്ടിയെടുക്കാം. കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ 22.93 മീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. കൃത്യമായിട്ട് കൂട്ടി എടുക്കണം, തെറ്റിക്കരുത്. ഇനി നമ്മൾ ഫ്രാക്ഷനിലാണ് ഇത് ചെയ്യുന്നതെങ്കിലോ 2.75 എങ്ങനെ മാറ്റൂടാ? 275 ഡിവൈഡഡ് ബൈ 2 സ്ഥാനം നീക്കിയാൽ ഇവിടെ പോയിന്റ് ഇട്ടിരിക്കുന്നത്, സോ 100 കൊടുക്കണം. പ്ലസ് 3.68 368 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഇനി അടുത്തതിൽ എന്താണ് 16.50 2 സ്ഥാനം നീക്കുകയാണ്. അപ്പൊ 1650 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് മുകളിലത്തെ ന്യൂമറേറ്റേഴ്സ് 3 പേരെയും കൂടി കൂട്ടാം. അപ്പൊ 2293 എന്ന് കിട്ടും. താഴത്തെ 100 ആയതുകൊണ്ട് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നു. 22.93 മീറ്റർ ദൂരം താണ്ടിയാണ് ഇവർ എവിടേക്ക് എത്തേണ്ടത്? നമ്മളുടെ പച്ചക്കറി തോട്ടം വരെ എത്തേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. 28.56 meters of metal wire is needed to fence 1 round the square shaped vegetable garden. നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് നോക്കിയടാ. ഇതൊരു സമചതുര ഷേപ്പിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് മൊത്തം നമ്മൾ എന്താണ്, കമ്പിവേലി ചുറ്റിയിട്ട് നമ്മുടെ ഗാർഡൻ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റും നമ്മൾ വേലി കെട്ടുവാണ് എന്ന് വിചാരിക്കാം. അപ്പൊ വേലി കെട്ടാനായിട്ട് നമുക്ക് വേണ്ട ആ ഒരു കമ്പിവേലിയുടെ നീളം എന്ന് പറഞ്ഞാൽ മെറ്റൽ വയർ ചുറ്റും വേലി കെട്ടാനായിട്ട് 28.56 മീറ്റർ ലോഹക്കമ്പി വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ചുറ്റി ഇങ്ങനെ വരാനായിട്ട് നമുക്ക് മൊത്തം ചുറ്റിത്തെറിഞ്ഞ് വരാനായിട്ട് 28.56 മീറ്റർ നീളമുള്ള കമ്പി വേണം. അങ്ങനെയാണെങ്കിൽ ഈ പച്ചക്കറി തോട്ടത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി മൊത്തത്തിലാണ് കമ്പിവേലി കെട്ടാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോ തന്നെ ആലോചിക്കാം, ഇത് മൊത്തം ചുറ്റി വരണം. അപ്പൊ ഒരു സ്ക്വയറിനെ മൊത്തം ചുറ്റി വരാ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ചുറ്റളവ്, അതായത് പെരിമീറ്റർ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരണം കേട്ടോ. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കൊന്നുമില്ല, പെരിമീറ്റർ കണ്ടുപിടിക്കും എന്ന് ചോദിക്കും ഇല്ല. ഓക്കെ, നമ്മളത് എന്ത് ചെയ്യണം? ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, ചുറ്റും കെട്ടുന്നു എന്ന് പറയുമ്പോൾ ചുറ്റളവാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് പെരിമീറ്റർ, ചുറ്റളവ്. അപ്പോ നമുക്ക് എന്ത് വേണം? സ്ക്വയറിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ? പി എന്ന് പറഞ്ഞാൽ ഞാൻ പെരിമീറ്റർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇക്വേഷൻ എന്താണ്? 4 into സൈഡ്. ഞാൻ ഇത് വായിച്ചു കേട്ടോ. 4 into സൈഡ്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിൽ 4a. എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഒരു വശത്തെ നമ്മൾ പൊതുവെ a എന്നാണ് കൊടുക്കാറ് കേട്ടോ.
സോ 4 into സൈഡ്, അതാണ് ഈ തന്നിരിക്കുന്ന 28.56. അതായത് 4a ആണ് നമുക്ക് തന്നിരിക്കുന്ന 28.56. ഇതിൽ നിന്നും a-ന്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ സ്ക്വയറിന്റെ ഒരു വശം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു ആയിട്ട് നിൽക്കുന്ന 4നെ നമ്മൾ തൊട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകൂടാ? ഡിവിഷൻ ആയി മാറുന്നു. അതായത് 28.56നെ നമ്മൾ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തതുപോലെയല്ല, കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ട് അല്ലെ? ഡിവിഷൻ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാടാ? നോർമലി ഡിവൈഡ് ചെയ്യുന്നത് പോലെ 28.56നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് ചെയ്യണം? 28.56നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടാൽ മതി. പിടിയിട്ടുണ്ടല്ലോ, 7 പ്രാവശ്യം പോവുമല്ലോ. അപ്പൊ 28 കൊടുത്തു, പിന്നെ 5 ഇറക്കി എഴുത്. എത്ര പ്രാവശ്യം പോവും? 1 തവണ പോവും. 1 into 4 4ആണ്. വീണ്ടും നമുക്ക് റിമൈൻഡർ 1 കിട്ടി. ഈ 6 നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതിയപ്പോൾ 16 കിട്ടി. 4ന്റെ മൾട്ടിപ്പിൾ ആണ് 16. എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്? 4ാമത്തെ മൾട്ടിപ്പിൾ. സോ എത്രയാണ്? 714 എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. പക്ഷെ 714 ആണോ? അല്ല, നമുക്ക് പോയിന്റ് ഇടണോ അല്ലേ? പോയിന്റ് ഇടാൻ ഇവിടെ ക്വസ്റ്റ്യനില് 28.56 ആണ്. അപ്പൊ എത്ര സ്ഥാനം നീക്കിയാ പോയിന്റ് ഇടണ്ടേ? 2 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇടണ്ടേ. ഓക്കെ, 28.56. അപ്പൊ 2 സ്ഥാനം നീക്കി നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നും പോയിന്റ് ഇടാം. അപ്പൊ എന്ത് വരൂടാ? 7.15 ആണ് എന്ത് വരേണ്ടത്? നമ്മളുടെ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത്. കൊടുക്കാലോ, 7.14 മീറ്റർ നീളമാണ് നമ്മുടെ സ്ക്വയറിന്റെ ഓരോ വശങ്ങൾക്കും ഉള്ളത്. ക്ലിയർ ആണോ? അപ്പൊ അത് ചെയ്ത് നോക്കണം, തെറ്റിക്കരുത്. പെരിമീറ്റർ ആണ് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ചുറ്റും മതില് കിട്ടാ, കമ്പി കിട്ടാ, അല്ലെങ്കിൽ ചുറ്റും ഒരാൾ നടന്നു, ഓടി എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റളവാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു കാര്യം നോക്കിക്കേ. ദ PTA മീറ്റിംഗ് ഡിസൈഡഡ് ടു പേ ടൈൽസ് ഇൻ ദ ഡൈനിങ് ഹാൾ. നമ്മുടെ ഡൈനിങ് ഹാള്, ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ടൈൽ ഇടാൻ തീരുമാനിച്ചു. PTAക്ക് കുറച്ച് ഫണ്ട് കിട്ടിയെന്ന് തോന്നുന്നു മക്കളെ. അവർ എന്ത് ചെയ്തു? ടൈൽ ഇടാനായിട്ട് തീരുമാനിക്കുവാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഡൈനിങ് ഹാളിന്റെ ഏരിയ അറിയണം അല്ലെ? ഏരിയക്ക് അനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം ടൈൽ വാങ്ങിക്കണം, എത്ര രൂപയാകും എന്നൊക്കെ അളന്നെടുക്കാനായിട്ട് അല്ലെ? സോ ഈ ഒരു ഡൈനിങ് ഹാളിന് ഏരിയ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി ഡൈനിങ് ഹാളിനെ നമ്മൾ നോക്കി ഒക്കെ വായിച്ചു. ഡൈനിങ് ഹാൾ എവിടെ? ഈ പച്ച കളറിലാണ് ഡൈനിങ് ഹാൾ. ശ്രദ്ധിച്ചേ, ഈ ഡൈനിങ് ഹാളിന്റെ ഷേപ്പ് എന്താണ്? കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം. നീളം കൂടുതലാണ്, വീതി കുറവാണ് അല്ലെ? നീളം 16.5 മീറ്ററും വീതി 3.5 മീറ്ററും വരുന്ന ഒരു ഷേപ്പിലാണ് ഡൈനിങ് ഹാൾ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് രണ്ട് നീളം ഓപ്പോസിറ്റ്, 2 വശങ്ങൾ ഈക്വൽ ആണ്. അതേപോലെ തന്നെ 3.5ഉം ഇവിടെയും 3.5. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ റെക്ടാങ്കിൾ. എന്താണ് ഈ തന്നിരിക്കുന്നത്? ചതുരമാണ് ഈ തന്നിരിക്കുന്നത്. റെക്ടാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ഇക്വേഷൻ അറിയണ്ടേ? ഇക്വേഷൻ എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ക്വസ്റ്റ്യൻ വരുന്ന വഴി കണ്ടോ? അങ്ങനെ വേണം സൂക്ഷിച്ചും കണ്ടും ചെയ്യാനായിട്ട്. ചതുരത്തിന്റെ പരപ്പളവ്. മലയാളത്തിൽ നമ്മൾ ഏരിയയെ പരപ്പളവ് എന്ന് പറയും. ചതുരത്തിന്റെ പരപ്പളവ്. ദാറ്റ് ഈസ് ഇക്വേഷൻ എന്താണ്? L into B എന്നാണ് ഇക്വേഷൻ വരാം. L into B. നീളം into വീതി. L into B means length into breadth. നീളം എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? നമ്മളുടെ ഡൈനിങ് ഹാളിന്റെ നീളം നോക്കിയിടാ. 16.5ഉം വീതി 3.68. 16.5ഉം അതേപോലെ തന്നെ യെസ് 16.5 into 3.68. ശ്രദ്ധിക്കണേ, 16.5 ഉണ്ട്, 3.68 ഉണ്ട്. അപ്പൊ 2 സ്ഥാനം നീക്കിയാണ് അപ്പുറത്ത് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യാം? നോർമലി ചെയ്യുന്നത് പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 16.5 ചെയ്യാം, അതിനുശേഷം 3.68 ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, 16.5 into 3.68 നീളവും വീതി. അപ്പൊ നമുക്ക് എഴുതാലോ. അപ്പൊ നമ്മുടെ 165ഉം അതേപോലെ തന്നെ 368ഉം. എങ്ങനെ ഈ സംഖ്യകൾ വന്നേന്ന് മനസ്സിലായോ? അതായത് പോയിന്റ് എടുത്ത് മാറ്റി. 16.5 പോയിന്റ് മാറ്റിയാൽ അവൻ വെറും 165 ആയി മാറി അല്ലെ? 3.68 എടുത്ത് മാറ്റിയാലോ അവൻ വെറും 368 368 ആയി മാറി. ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഡിജിറ്റിനെ 3 ഡിജിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് അറിയാലോ, പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? യെസ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 6720 എന്നാണ് കിട്ടുക. എത്രയാണ്? 6720. അപ്പൊ ഞാൻ അത് ഇങ്ങോട്ടേക്ക് എഴുതുവാണേ. 6720. നോക്കിക്കേടാ, ഇവിടെ എത്ര സ്ഥാനം നീക്കിയായിരിക്കും പോയിന്റ് ഇടേണ്ടത്? ആ കാര്യം ഒന്ന് നോക്കണം. എത്ര സ്ഥാനം നീക്കിയായിരിക്കും പോയിന്റ് ഇടേണ്ടെന്നുള്ള കാര്യം നോക്കണം. ശ്രദ്ധിക്കാം. അതായത് ഇവിടെ എത്ര സ്ഥാനം നീക്കിയ പോയിന്റ് ഇട്ടിരിക്കുന്നത്? 2. ഇനി ഇപ്പുറത്തേലോ
ഒരു സ്ഥാനം നീക്കി. അപ്പൊ മൊത്തത്തിൽ എത്ര സ്ഥാനം നീക്കണം? 2ഉം 1ഉം. ഇവിടെ 2 സ്ഥാനം, ഇവിടെ 1 സ്ഥാനം. അപ്പൊ മൊത്തത്തിൽ എത്ര സ്ഥാനം വരും? മൊത്തത്തിൽ എത്ര സ്ഥാനം വരണം? 3 സ്ഥാനം വരണം. ശ്രദ്ധിച്ചേ, 1 2 3. അപ്പോ 60.720 എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടാ? നമുക്ക് ഇതിന്റെ ഏരിയ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? 60.720. എത്രയാണ് വരേണ്ടത്? നമുക്ക് തന്നിരിക്കുന്നത് മീറ്ററിലായതുകൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് വേണം കൊടുക്കാനായിട്ട്. ശ്രദ്ധിച്ചേടാ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മീറ്റർ അല്ലേ തന്നിരിക്കുന്ന മെഷർമെന്റ്, യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മീറ്റർ സ്ക്വയർ എന്ന് വേണം കൊടുക്കാനായിട്ട്. 16.5 ഒരു സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. 3.68 2 സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആൻസറിലേക്ക് വരുമ്പോൾ 3 സ്ഥാനം നീക്കി. 2ഉം 1ഉം കൂടി കൂട്ടി 3 സ്ഥാനം നീക്കിയാണ് നമ്മൾ ഇവിടെ ആൻസറിൽ 60.720 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പൊ ക്വസ്റ്റ്യൻ പല വഴിക്കും എന്താണ് ഏരിയ ആയിട്ടും പെരിമീറ്റർ ആയിട്ടും ഒക്കെ ചോദിച്ചേക്കാം. അപ്പൊ ഇക്വേഷൻ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളുടെ മാർക്ക് ഇങ്ങോട്ട് പോകും. അപ്പോൾ അത് വേണ്ട. ഏരിയയുടെയും പെരിമീറ്ററിന്റെയും സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചോളാം, ചോദിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ ഡെസിമൽ മെത്തേഡ്സിന്റെ പാർട്ട് 1ഉം 2ഉം ഇവിടെ കഴിയുവാണ്. കൃത്യമായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് നമുക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് സെക്യൂർ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കാം, നല്ല മാർക്കിലേക്ക് എത്തണം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.